നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനീഷേട്ടൻ വന്നിരുന്നു. പക്ഷേ അനീഷേട്ടന് ജോലി കൊടുക്കാന്ന് വെച്ചാ ഒരു കാര്യം ചെയ്യാം, കുറച്ച് പണം കൊടുത്ത് സഹായിക്കാം. നിങ്ങൾ അനീഷേട്ടന് ജോലി കൊടുക്കാൻ മടിക്കുന്നതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവും. ചുരുക്കി പറഞ്ഞ ഞാനിപ്പോ ആകെ പ്രയാസത്തിലാ. ഉടനെ ഒരു ജോലി ശരിയായില്ലെങ്കിൽ കുടുംബ ചെലവ് നടത്താൻ പോലും ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടും. വീട് തന്നെ പട്ടിണിയിലായി പോവും. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ചൊരു ജോലി നൽകിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് വളരെ ഉപകാരമായിരുന്നു. അല്ല, നിങ്ങളെന്താ മറുപടി ഒന്നും പറയാത്ത? അനീഷേട്ടാ, ഇവിടുത്തെ സ്റ്റാഫുകളുടെ നിയമനക്കാര്യത്തിൽ തീരുമാനം എടുക്കാറുള്ളത് ഋഷിയേട്ടന്റെ അച്ഛനാ. അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ആത്മാർത്ഥമായിട്ട് തന്നെ പറയണം. ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം. ചേട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കേ. ഇപ്പോ ഞങ്ങൾ കുറച്ച് പണം തരാം. അത് വെച്ച് തൽക്കാലം ചേട്ടൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്ക്. പണമൊന്നും വേണ്ട, എനിക്കൊരു ജോലി മതി. അച്ഛനോട് പറഞ്ഞ് എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്തി തന്നാ മതി. നമുക്ക് നോക്കാം. എന്നാ ഞാൻ വിളിക്കാം. എങ്കിൽ ശരി, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. ആയിക്കോട്ടെ. ശരി. ഋഷിയേട്ടന്റെ അച്ഛനാണ് ഇവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ഞാൻ അനീഷേട്ടനോട് വെറുതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാനും അതിനനുസരിച്ച് സംസാരിച്ചത്. അല്ല ഋഷിയേട്ടാ, കാര്യം അളിയനാണെങ്കിലും അനീഷേട്ടൻ എങ്ങനെ ഇവിടെ ജോലി കൊടുക്കും? എന്ത് വിശ്വസിച്ച് കൊടുക്കും? ആള് വല്ല മോഷണം നടത്തിയാലോ? എനിക്കും ആ ഡൗട്ടുണ്ട്. ഏതായാലും കക്ഷി പോയല്ലോ. തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു. മോളെ പറയേ. മുത്തശ്ശ, ഈ മാസത്തെ വീട്ടു ചെലവിനുള്ള പണം ഞാൻ മുത്തശ്ശന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാ മോളെ നീ ആ കാശ് എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചത്? എന്തു പറ്റി? മോളെ, നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലാ താമസിക്കുന്നത്. അതിന് ആ സ്ഥിതിക്ക് നീ ഇനിയും ഇവിടത്തെ കാര്യങ്ങൾ അന്വേഷിക്കാന്ന് വെച്ചാ അത് ശരിയല്ലല്ലോ മോളെ. അവിടത്തെ കാര്യങ്ങളാ നീ ഇപ്പൊ നോക്കേണ്ടത്. മുത്തശ്ശ, ഇതിലൊരു ശരികേടുമില്ല. എനിക്ക് 2 കുടുംബവും ഒരുപോലെ തന്നെയാ. പിന്നെ ഈ കുടുംബത്തില് എന്റെ ശമ്പളത്തിന്റെ ഒരു ആവശ്യവും ഇല്ല. എനിക്കും വലിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടുകാരോടുള്ള ഉത്തരവാദിത്വം തീരുന്നൊന്നുമില്ല. ഒരു കണക്കിന് നീ ഇത് അയച്ചത് നന്നായി മോളെ. ഇല്ലെങ്കിൽ എന്റെ പെൻഷൻ തുക മാത്രം വെച്ച് എനിക്കിത് 2 അറ്റവും കൂട്ടുമുട്ടിക്കേണ്ടി വന്നേനെ. അത് സംഭവിക്കുന്ന വിഷമത്തിലായിരുന്നു ഞാൻ. മുത്തശ്ശ, അത് നമ്മുടെ അനീഷേട്ടന്റെ ശമ്പളോ? അവൻ ഇനി എവിടെ നമ്മളെ ശമ്പളം? അവന്റെ ജോലി പോയില്ലേ? മുത്തശ്ശ, അനീഷേട്ടന്റെ ജോലി പോയിന്നോ? അത് നഷ്ടപ്പെട്ടു മോളെ. കമ്പനിയിൽ നിന്ന് അവരവനെ പറഞ്ഞു വിട്ടു. കമ്പനിയിൽ മോഷണം നടത്തിയ ആളെ അവർക്ക് വിശ്വാസം കാണുമോ? ഉണ്ടാവില്ല. വിശ്വാസമില്ലായ്മയുടെ പേരില് അവന് ജോലി നിന്ന് പിരിച്ചുവിട്ടു. സാരല്ല മുത്തശ്ശ, അനീഷേട്ടന് വേണ്ടി വേറൊരു ജോലി നമുക്ക് കണ്ടെത്താം. അതോർത്ത് മുത്തശ്ശൻ വിഷമിക്കണ്ട. മുത്തശ്ശ, പണത്തിന് ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശൻ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. പറയാം മോളെ. ശരി മുത്തശ്ശ, എന്ന് ഞാൻ പിന്നെ വിളിക്കാം. ശരി.
ഇന്നെന്താ മുഖത്തൊരു ക്ഷീണം ഉണ്ടല്ലോ? ഒന്നും പറയണ്ട, കുറെ ഫയൽസ് പെൻഡിംഗ് ഉണ്ടായിരുന്നു. ഇനിയും അതങ്ങനെ വെച്ചോണ്ടിരുന്ന ഒട്ടും ശരിയാവില്ല. അതുകൊണ്ട് ഒറ്റ ഇരിപ്പിന് എല്ലാ ഫയലുകളും പരിശോധിച്ചങ്ങ് തീർത്തു. അതിന്റെ ക്ഷീണമാ ഈ കാണുന്നത്. എന്നാ ഈ ക്ഷീണം മാറാനായിട്ട് ഒരു ചായ എടുക്കട്ടെ? ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ആ പിന്നെ ആ? ഇന്ന് അനീഷേട്ടൻ ഓഫീസിൽ വന്നിരുന്നു. ആ, എന്തിനാ വന്നത്? വെറുതെ വന്നതാണോ? അല്ല, അത് പിന്നെ എന്തു പറ്റി ഋഷി? അനീഷേട്ടന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന്. ഒരു ജോലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാ വന്നത്. ഓ, അത് വലിയ പുതുമയുള്ള കാര്യമല്ലല്ലോ. ഒരു ജോലിയിലും അനീഷേട്ടൻ ഉറച്ചു നിൽക്കില്ല. ഒന്നുകിൽ എന്തെങ്കിലും കാരണത്തിന്റെ പേരിലും അനീഷേട്ടനെ ജോലിന്ന് പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അനീഷേട്ടൻ ജോലി കളഞ്ഞിട്ട് പോരും. ഇത് പതിവാ. അനീഷേട്ടന്റെ ശമ്പളം പ്രതീക്ഷിച്ച് അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിലെ എല്ലാ ചെലവുകളും ചേച്ചിയാ നോക്കുന്നേ. അല്ല, ഈ ജോലി തന്നെ ഋഷി ഇടപെട്ടിട്ടല്ലേ അനീഷേട്ടന് കിട്ടിയത്. അപ്പൊ ചേട്ടൻ ഋഷിയെങ്കിലും മാനിക്കണ്ടേ? അതൊന്നും ചിന്തിക്കാതെ ചേട്ടൻ ആ ഓഫീസിൽ കള്ളത്തരം കാണിച്ചു. എടോ, അനീഷേട്ടൻ ആ കമ്പനിയിൽ മോഷണം നടത്തിയതില് നാണം കിട്ടത് ഞാനാ. മഹാ മോശമായി പോയി. അല്ല, അനീഷേട്ടൻ ജോലി ചോദിച്ചു വന്നിട്ട് ഋഷി എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞ് തൽക്കാലം ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. അനീഷേട്ടന്റെ സ്വഭാവത്തിന് എങ്ങനെ നമ്മുടെ ഓഫീസിൽ ജോലി കൊടുക്കും? ആ, അല്ല, എന്നിട്ട് പണം എന്തെങ്കിലും ചോദിച്ചോ? ഏയ്, അതൊന്നും ചോദിച്ചില്ല. ചേച്ചി ചേച്ചി അറിഞ്ഞായിരുന്നോ അനീഷേട്ടന് ജോലി നഷ്ടപ്പെട്ടെന്ന്? എന്നിട്ടൊരു ജോലി വേണമെന്ന് പറഞ്ഞ് അനീഷേട്ടൻ ഋഷിയെ അഭിയം ചെന്ന് കണ്ടിരുന്നു. അനീഷേട്ടനെ ജോലിന്ന് പറഞ്ഞു വിട്ട വിവരം മുത്തശ്ശൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു. പക്ഷേ ജോലിക്ക് വേണ്ടി ചേട്ടൻ ഇവരെ ചെന്ന് കണ്ടതൊന്നും ഞാൻ അറിഞ്ഞില്ല. അനീഷേട്ടൻ വന്നിരുന്നു. പക്ഷേ അനീഷേട്ടന് ജോലി കൊടുക്കാന്ന് വെച്ചാ ഒരു കാര്യം ചെയ്യാം, കുറച്ച് പണം കൊടുത്ത് സഹായിക്കാം. നിങ്ങൾ അനീഷേട്ടന് ജോലി കൊടുക്കാൻ മടിക്കുന്നതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഋഷി, അനീഷേട്ടന് പണം കൊടുക്കുന്നത് ബുദ്ധിപൂർവമായ ഒരു കാര്യമായിരിക്കില്ല. ഒരാൾക്ക് പണം നൽകുന്നത് താൽക്കാലികമായ ഒരു സഹായം മാത്രമായിരിക്കും. അതിന് പകരം ഒരു ജോലി നൽകിയാൽ അത് അയാളെയും അയാളുടെ കുടുംബത്തെയും നല്ല രീതിയിൽ സഹായിക്കുന്ന കാര്യമായിരിക്കും. അനീഷേട്ടൻ ഇപ്പോ പുതിയൊരാളായി മാറിയെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരിക്കലും അനീഷേട്ടൻ മോശം പ്രവൃത്തികൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ച് കമ്പനിയിൽ അനീഷേട്ടന് ഒരു ജോലി കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.